നീ മുട്ടയ്ക്ക് അടയിരിക്കുകയാണോ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ തന്റെ ബിസിനസിന് ടോം ഹാച്ചറി എന്ന പേര് തന്നെ നൽകി. പല തളർത്തലുകൾക്കു മുന്നിലും പതറാതെ ജയിച്ചു കാണിച്ചിരിക്കുകയാണ് ടോം എന്ന സംരംഭകൻ. അദ്ദേഹത്തിന്റെ കഥ സംരംഭം തുടങ്ങാൻ പോകുന്നവർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. ഇടുക്കിയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച ടോമിന് ചെറുപ്പം മുതലേ ഒരു സംരംഭകനാകുക എന്നതായിരുന്നു ആഗ്രഹം. മാതാപിതാക്കളും വളരെയധികം സപ്പോർട്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യമായി ഒരു സംരംഭം തുടങ്ങി. കോളേജിൽ ഉയർന്ന മാർക്ക് ഉണ്ടായിട്ട് പോലും അറ്റൻഡൻസ് ഷോർട്ടേജ് കാരണം പുറത്താക്കുകയും പിന്നീട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ ബിസിനസ് നഷ്ടത്തിലായി. 30 ലക്ഷം രൂപയാണ് 24-ാം വയസ്സിൽ ആ സംരംഭകന്റെ ബാധ്യതയായി മാറിയത്. വീട്ടുകാർ നൽകിയ പണവും ആത്മധൈര്യവുമാണ് ആ പരാജയത്തിൽ നിന്നും അദ്ദേഹത്തെ കരകയറ്റിയത്. അപ്പോൾ പോലും നാട്ടുകാരുടെയും മറ്റു കുടുംബക്കാരുടെയും അടക്കം പറച്ചിൽ ഒരു തീ പോലെ വിജയിക്കാനുള്ള വാശി അദ്ദേഹത്തിന്റെ മനസ്സിനെ ആളിക്കത്തിച്ചു. പിന്നീട് പഞ്ചസാര എന്ന വെളുത്ത വിഷം ഉപയോഗിക്കാതെ തികച്ചും ഷുഗർ ഫ്രീ ആയ സ്വീറ്റ്സ് നൽകുന്ന സ്റ്റെവിയ ഡിലൈറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങി. വളരെ ആരോഗ്യപരമായ മധുരപലഹാരങ്ങളാണ് സ്റ്റെവിയ ഡിലൈറ്റ്സിലൂടെ നൽകുന്നത്. മധുര തുളസി അഥവാ സ്റ്റെവിയ എന്ന നാച്ചുറൽ ആയ 0 കാലറി സ്വീറ്റ്നർ മാത്രമാണ് മധുരപലഹാരങ്ങൾക്ക് മധുരം നൽകാനായി ഉപയോഗിക്കുന്നത്. ധാരാളം പ്രീബയോട്ടിക് ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന ഈ സ്വീറ്റ്സിന് സാധാരണ മധുര പലഹാരങ്ങളുടെ അതേ രുചിയുമുണ്ട്. എന്നാൽ ഏതൊരു സംരംഭവും പോലെ ആദ്യ നാളുകളിൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ആ സംരംഭവും കടന്നുപോയത്. തൊഴിലാളികൾക്ക് ഭക്ഷണം പോലും വാങ്ങി നൽകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോഴും എന്തെങ്കിലും ഈ സംരംഭം വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ അവരും അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിന്നു. പക്ഷെ പിന്നീട് നടന്നത് ചരിത്രമാണ്. ലഡ്ഡു, ജിലേബി, പേട, ബർഫി തുടങ്ങി ഒരു തരി പോലും പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാതെ നിർമ്മിക്കുന്ന 50-ൽ പരം സ്വീറ്റ്സ് ഇന്ന് സ്റ്റീവ ഡിലൈറ്റ്സിൽ നിർമ്മിക്കുന്നു. അത് മാത്രമല്ല, കേരളത്തിന് പുറമെ തമിഴ്നാടു, കർണാടക, ഗോവ, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും ഫ്രാഞ്ചൈസികൾ ലഭ്യമാണ്. മിതമായ നിരക്കിൽ എല്ലാവരിലേക്കും ആരോഗ്യകരമായ മധുരം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ സ്റ്റീവ ഡിലൈറ്റ്സിന്റെ എല്ലാ സ്വീറ്റ്സിനും വളരെ നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മധുരപലഹാരങ്ങൾ ഇഷ്ടമുള്ള എന്നാൽ ആരോഗ്യപരമായ ഒരു ഭക്ഷണരീതി ഫോളോ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ആശ്രയമാണ് ഇന്ന് സ്റ്റീവ ഡിലൈറ്റ്സ്. വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാനും അനായാസം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന കിയോസ്ക് മോഡൽ ഫ്രാഞ്ചൈസിയാണ് സ്റ്റീവ ഡിലൈറ്റ്സിന്റേത്. 2.5 ലക്ഷം രൂപയ്ക്ക് ഈ ഫ്രാഞ്ചൈസികൾ ആളുകൾക്ക് നൽകുന്നു. ഈ മാർച്ച് മാസം രജിസ്റ്റർ ചെയ്യുന്ന 30 ഫ്രാഞ്ചൈസികൾക്ക് 50,000 രൂപയുടെ ഓഫറും നിലവിലുണ്ട്. ഫ്രാഞ്ചൈസികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വിജയം കൊണ്ട് മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ടോം എന്ന സംരംഭകന്റെ ഉള്ളിലെത്തി. തന്നെ പോലെ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫുഡ് ഇൻഡസ്ട്രിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാനും വളരെ എളുപ്പത്തിൽ നടത്തിക്കൊണ്ടു പോകാനും കഴിയുന്ന ഒട്ടനവധി ഫ്രാഞ്ചൈസികൾ ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. 10ഓളം ഫുഡ് പ്രൊഡക്റ്റുകളുടെ ഫ്രാഞ്ചൈസികളാണ് ഈ വർഷം തുടങ്ങാനിരിക്കുന്നത്. വിവിധ തരം ഫ്രാഞ്ചൈസികളുള്ള ഈ ഒരു സ്ഥാപനത്തിന് പേരിട്ടിരിക്കുന്നത് ടോംസ് ഹാച്ചറി എന്നാണ്. പണ്ട് മുട്ടയ്ക്ക് അടയിരിക്കുകയാണോ എന്ന് ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് ടോംസ് ഹാച്ചറി എന്ന ഈ സംരംഭം.